ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് മാറി താമസിക്കുന്നതിൽ വിഷമമുണ്ടെങ്കിലും കൂടെ ജീവിച്ചവരും ഒപ്പമുണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകി കാത്തിരിക്കുന്നവർ. തങ്ങൾക്ക് വീട് ലഭിച്ചതിനൊപ്പം ഇനിയും പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരെ കൂടി പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ടൗൺഷിപ്പില് ഹാപ്പിയാണ്, സന്തോഷമാണ്. കാരണം എന്താ പറയുക, അതിൻ്റെ സ്കെച്ചും പ്ലാനും അതിൻ്റെ ഭൂമിയും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ കുറച്ച് പേരും കൂടെ അവിടെ മുണ്ടക്കായി അവശേഷിക്കുന്നുണ്ട്. കുറച്ച് പേര് അവരെ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. കാരണം അങ്ങോട്ട് പോകാൻ ഇനിയും താമസിക്കാനും കഴിയില്ല. ഒരു കുടുംബം പോലും മുണ്ടക്കായിൽ ഇപ്പോൾ താമസിക്കുന്നില്ല. പിന്നെ അങ്ങനെ അവിടെ വീട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ കുറേ ടെൻഷനിലാണ്. പിന്നെ പാടിയിട്ട് കുറച്ച് ആളുകളും വരാനുണ്ട്. അതും കൂടെ വന്നാൽ നമുക്ക് ഹാപ്പിയാണ്. 10 സെന്റ് വേണമെന്നാണ് ഇപ്പം നമ്മൾ അഭിപ്രായമാണ്, നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു 8-9 സെന്റെങ്കിലും കിട്ടുന്ന പ്രതീക്ഷയാണ്. കാരണം എന്താ പറയുക, മറ്റ് സംഘടനകൾ വീട് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ഭൂമിയുടെ ആവശ്യം വരില്ല. അപ്പം നമുക്ക് കുറച്ച് കൂട്ടിത്തരാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അത് തരുന്ന വിചാരിക്കും, വിശ്വാസം നമ്മൾ സർക്കാരിൽ. ഇപ്പോഴത്തെ ഇത് ലിസ്റ്റിൽ പേരുണ്ട്, ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ പേരുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരു സംവിധാനം വന്ന് വളരെ സന്തോഷം. കുറച്ച് വൈകിയെങ്കിലും കിട്ടിയ സന്തോഷം, അതും സന്തോഷമാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, കുറച്ച് ആൾക്കാരും കൂടി പെടാനുണ്ട് ലിസ്റ്റിൽ. അവരെയും കൂടി ഉൾപ്പെടുത്തണം ഗവൺമെന്റ്. അതേ നമ്മൾ ആഗ്രഹമുള്ളൂ. വീട് വെള്ളം കയറി ഞാനും അമ്മയേട്ടനൊക്കെ വെള്ളത്തിൽ പോയായിരുന്നു. പിന്നെ രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെടുത്തി. ടൗൺഷിപ്പ് വന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. എന്തായാലും ഒരു വീടല്ലേ നമ്മുടെ സ്വപ്നം, അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ്. പിന്നെ എല്ലാവരും പരസ്പരം വേറെ സ്ഥലങ്ങളിലായി. മക്കൾക്കാണെങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു. കൂട്ടുകാരൊക്കെ പല സ്ഥലത്തും ആയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഇനിയും ടൗൺഷിപ്പിൽ വീട് വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് കാണാമെന്നുള്ളൊരു ആഗ്രഹവും നമുക്ക് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണ്. പിന്നെ ഇതിൽ ലിസ്റ്റിൽ പെടാത്തവർ കുറേ പേരുണ്ട്, അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അവർക്ക് ഇനി എന്താ പറയുക, അവിടെ ഒരു കഴിയാൻ പറ്റില്ല, ഒരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോൾ അവരെയും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തി അവർക്കും കൂടെ ഒരു വീടാവണമെന്നാണ് ഞങ്ങൾക്കും ആഗ്രഹം. കുറച്ചുപേരൊക്കെ TC വാങ്ങി പോയി, കുറച്ചുപേരൊക്കെ നഷ്ടപ്പെട്ടു പോയി. കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. ഉണ്ട്, ഇങ്ങനെ ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ തന്നെ പഠിക്കായിരുന്നു.